ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് മലയാളം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൽ 3ാമത്തെ സെക്ഷൻ, അതായത് ത്രികോണ ഭാഗത്തിലെ സൊല്യൂഷൻ ഫോർ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ്, നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ, വർക്കൗട്ട് ചെയ്യാത്ത എക്സാമ്പിൾസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനെയെങ്കിൽ ബാക്കി 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോറി, ദിസ് ഫോർത്ത് വൺ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെയുള്ള ചിത്രത്തിൽ ഒരു സാമാന്തര്യത്തിന്റെ 2 മൂലകളെ ഒരു വശങ്ങളുടെ മധ്യബിന്ദുക്കളുമായി യോജിപ്പിക്കുന്നു. ഈ വരകൾ ചിത്രത്തിലെ വികരണത്തെ 3 സമഭാഗങ്ങളാക്കുന്നുവെന്ന് തെളിയിക്കുക. ഇൻ ദ പിക്ചർ ബിലോ, 2 corners of a parallelogram are joined to the midpoints of 2 sides. Prove that the lines cut the diagonals in the picture into 3 equal parts. So, ഈ ഒരു സാമാന്തരം, this is a parallelogram. ഓക്കെ, ഈ കാണുന്ന ഒരു പാരലോഗ്രാമിൽ is a blue line ഇൻഡിക്കേറ്റ് ചെയ്യുന്ന is a parallelogram. സോ അതിൽ ഓരോ സൈഡ്സിൻ്റെയും മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോയിങ് എ ലൈൻ. ഓക്കെ, സോ ഈ വെർട്ടെക്സുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ മിഡ് പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ മിഡ് പോയിന്റിലേക്കും ലൈൻ വരയ്ക്കുന്നു. ദീസ് 2 ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഡയഗണലിൽ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ അതായത് പച്ചവരയാണ് ഇതിൻ്റെ ഡയഗണൽ അഥവാ വികരണത്തിനെ കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? കൂട്ടിമുട്ടിപ്പോൾ ഇവിടെ 3 കഷ്ണങ്ങൾ കിട്ടി അല്ലേ, 3 പീസസ് ഓഫ് ഡയഗണൽ കിട്ടി. ഡയഗണലിൻ്റെ 3 പീസസ് കിട്ടി. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 3 പീസ് എന്താണ്? ഈക്വൽ ആണ്, സമഭാഗം ചെയ്യുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. ദാറ്റ് ഈസ് 3 ഈക്വൽ പാർട്സ് ആണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. ഈ 3 പച്ച സെക്ഷൻസ് ഇതും എന്ത് ചെയ്യണം? ഈക്വൽ ആണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. സോ അതാണ് നമ്മുടെ ജോലി ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനാദ്യം പേര് കൊടുക്കാം. ദിസ് ഇസ് എ ബി സി ഡി ഇ എഫ്, ദിസ് ഇസ് പി ആൻഡ് ദിസ് ഇസ് ക്യൂ. ഓക്കെ, നമ്മൾ ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്സിന് പേര് കൊടുത്തു പിയും ക്യൂവും. ദെൻ സിമിലർലി എല്ലാ പാരലോഗ്രാമിന്റെ പേരെന്താണ്? എ ബി സി ഡി ഇസ് ദ പാരലോഗ്രാം ആൻഡ് എ സി ഇസ് ദ ഡയഗണൽ, എഫ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി സി, ഇ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഓക്കെ, പാരലോഗ്രാം എന്താണ്? എ ബി സി ഡി ആണെന്ത്? പാരലോഗ്രാം. എ ബി സി ഡി സാമാന്തരികമാണ്. അതിൽ എ സി എന്താണ്? വികരണം അല്ലേ, എ സി വികരണമാണ്. അതുപോലെ എഫ് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ഡി സി ആണ്. സിമിലർലി ഇ ഈസ് മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. ഓക്കെ, ഇത് നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. 2 ട്രയാങ്കിൾ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നോക്കി അറിയാം എന്താണ്? ഈ മിഡ് പോയിന്റ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് എന്താണ്? ഇറ്റ്സ് ബിക്കമിങ് പാരലൽ അല്ലേ. ഇത് പാരലായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, നമുക്ക് ഇതിൽ ഉള്ളതാണ്. പാരലോഗ്രാമിന്റെ ഒരു സവിശേഷതയാണ്. അതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും? വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന വരകൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, ഇറ്റ്സ് എ പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങൾ ഏത് പാരലോഗ്രാം എടുത്തിട്ടായിരുന്നാലും മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് നമ്മൾ ലൈൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അതെല്ലാം എന്തായിരിക്കും? 2 ലൈൻസും മ്യൂച്വലി പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. സോ വി ക്യാൻ സേ DE is parallel to BF. DE is parallel to BF. ഓക്കെ, ഇത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഡി പാരലൽ ടു ബി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പിങ്ക് ലൈനുമാണ് കേട്ടോ. അത് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി. സോ ഇവിടെ നമ്മൾ 2 ട്രയാങ്കിൾസ് ആണ്. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? എ പി ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു ക്യൂ സി എന്ന് തെളിയിക്കണം. ആസ് പെർ ഫിഗർ എ പി ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു ക്യൂ സി എന്ന് നമുക്ക് തെളിയിക്കണം. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട്? 2 ത്രികോണങ്ങൾ എടുക്കാം. നോക്കൂ, നമുക്കിവിടെ 2 ഒരുപാട് ത്രികോണങ്ങൾ എടുക്കാം. എ ബി സി എന്ന് പറയുന്ന ത്രികോണം എടുക്കാം, എ ഡി സി എന്ന് പറയുന്ന ത്രികോണം എടുക്കാം അല്ലേ.
സോ അതിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. കാരണം നമുക്ക് സമാന്തര വരകൾ വരുന്ന പാരലൽ ലൈൻസ് വരുന്ന ട്രയാങ്കിൾസ് ആണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ABQ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ദിസ് ട്രയാങ്കിൾ ABQ, ഫസ്റ്റ് വി ക്യാൻ കൺസിഡർ ABQ. വൈ? ബിക്കോസ് വി നീഡ് പാരലൽ ലൈൻസ്. നമുക്ക് സമാന്തര വരകൾ വേണം, എന്നാലേ ഈ പോർഷനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ പാരലൽ ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ABCക്ക് പകരം ABQ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നത്. ABQയിൽ എന്താണ്, QBയും Pയും പാരലാണ്. ഓക്കെ, സോ നമുക്ക് എഴുതാം, കൺസിഡർ ട്രയാങ്കിൾ ABQ. ട്രയാങ്കിൾ ABQ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് QB is parallel to P ആണല്ലേ. QB parallel to P. അപ്പോൾ ഈ ട്രയാങ്കിളിൽ രണ്ട് വശങ്ങൾ എന്തായി? സമാന്തരമായി. രണ്ട് വശങ്ങൾ സമാന്തരമായി. ഏതാണ്? ഈ QB എന്ന് പറയുന്ന സൈഡിന് പാരലാണ് P. അങ്ങനെയെങ്കിൽ അതെന്ത് ചെയ്യും? AQനെയും ABയെയും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഭാഗിക്കും. ഈക്വൽ മീൻസ് സെയിം റേഷ്യോ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. Therefore we can write AP by PQ is equal to AE by EB. Okay, this is equation number 1. So ഈ ട്രയാങ്കിൾ കിട്ടി. ഇനി അടുത്ത് രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതായിരിക്കും? രണ്ടാമത്തെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പാരലൽ ലൈൻസ് വേണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് മുകളിലത്തെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാ? ACDക്ക് പകരം ACD എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ദിസ് ഇസ് നോൺ പാരലൽ സൈഡ് ആണ്. AD ഇസ് നോൺ പാരലൽ സൈഡ്. സോ അത് വേണ്ട. എന്ത് ചെയ്യാം, നമുക്ക് പകരം PCD എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ PCD. കൺസിഡർ ട്രയാങ്കിൾ PCD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. സോ ഇതിൽ PD എന്തിന് പാരലാണ്? PD പാരൽ ടു QF. PD is parallel to QF ആണ്. ഓക്കെ, PD പാരൽ ടു QF. സോ PD പാരൽ ടു QF ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ QF എന്ന് പറഞ്ഞ ലൈൻ എന്ത് ചെയ്യും? CDയെയും PCയെയും സെയിം റേഷ്യോയിൽ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. സോ നമുക്ക് എന്ത് എഴുതാം? അതുകൊണ്ട് CF by FD is equal to CQ by PQ. CF by FD is equal to CQ by PQ. Okay, this is a concept. This is equation number 2. And it is given that also given എന്താണ്? DCയുടെ മിഡ് പോയിന്റ് ആണ് F. So which means എന്താണ്? DF is equal to CF അല്ലേ? DF is equal to CF അല്ലെങ്കിൽ എന്ത് പറയാം? CF is equal to FD എന്ന് നമുക്ക് പറയാം. ഓക്കെ, DF is equal to CF എന്നോ FC എന്നോ എന്തുവേണം നമുക്ക് പറയാം. So similarly ഇവിടെ E is the midpoint of AB. So we can say AE is equal to EB. So ഇത് രണ്ടും കൺസിഡർ ചെയ്താൽ ഇക്വേഷൻ 1 എങ്ങനെ മാറും? അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എഴുതാം. നമുക്ക് ഇവിടെ ഇക്വേഷൻ 1 എങ്ങനെയാവും? AP by PQ എടുക്കുവാണെങ്കിൽ ദിസ് ഈസ് AE by EB. എയും EBയും ഈക്വൽ ആയതുകൊണ്ട് ഇതെന്താവും? 1. സോ വി വിൽ ഗെറ്റ് AP equal to PQ. And similarly ഇവിടെ CFും FD എന്താണ്? അത് ഈക്വൽ അല്ലേ? ദിസ് ഈസ് CF, ദിസ് ഈസ് FD. അത് രണ്ട് ഈക്വൽ ആണ്. കാരണം എന്താണ്? F is the midpoint of DC. So we can write CQ by PQ equal to 1, which means CQ equal to PQ. So ഇത് കൺസിഡർ ചെയ്യണമെങ്കിൽ AP is equal to PQ ആണ്. 1 വേണ്ട. AP equal to PQ ആണ്. ഇവിടെ പറയുന്നു CQ equal to PQ ആണ്. അങ്ങനെയെങ്കിൽ PQ equal to CQ അല്ലേ? AP equal to PQ ആണ്. അതുപോലെ PQ equal to CQ ആണ്. So considering this we can say AP equal to PQ equal to QC അല്ലേ? ഇതെന്ത് ചെയ്യും? ഡയഗണലിനെ ഇത് ബൈസെക്ട് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്തില്ലേ നമ്മളിപ്പോൾ. സോ ഈ 3 സെക്ഷൻസ് AP is equal to PQ equal to QC ആണെങ്കിൽ
വാട്ട് വി ക്യാൻ സേ, ഈ രണ്ട് ലൈൻസും മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വെച്ച ഈ രണ്ട് ലൈൻസും എന്ത് ചെയ്യും, ഈ ഡയഗണലിനെ സമഭാഗം ചെയ്യും അല്ലേ, എന്താ പറയുക, തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും, ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഹെൻസ് we proved that these lines cut the diagonals into 3 equal parts. That is, these lines means the lines which is drawn from the midpoint to the opposite vertices will bisect the line, or bisect എന്ന് പറഞ്ഞാൽ we can it will divide the line into 3 equal parts എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. സോ കിട്ടിയ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് ട്രയാങ്കിൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. ഫസ്റ്റ് വൺ ABQ ആൻഡ് PCD. സോ ഇതിൽ രണ്ടിലും സൈഡ്സിൻ്റെ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ഈ ഒരു രീതിയിലേക്ക് വരും. കൺസിഡർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എഫും ഇയും മിഡ് പോയിന്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അങ്ങനെയെങ്കിൽ DF FC ഈക്വൽ ആയിരിക്കും, AEയും BCയും ഈക്വൽ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. ഹെൻസ് വി പ്രൂവ്ഡ്. സോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ABC എന്ന ത്രികോണത്തിൽ BCയിലെ P എന്ന ബിന്ദുവിലൂടെ ACക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര ABയുമായി Qവിൽ കൂട്ടിമുട്ടുന്നു. സോ Qവിൽ നിന്ന് APക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര BCയുമായി Rൽ കൂട്ടിമുട്ടുന്നു. സോ ഇൻ ട്രയാങ്കിൾ ABC, the line parallel to AC through the point P on BC meet AB at Q. Then the line parallel to AP through Q meet BC at R. സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ട്രയാങ്കിൾ, ദിസ് ബ്ലൂ ട്രയാങ്കിൾ ABCയിലെ എ ലൈൻ പാരൽ ടു ACക്ക് പാരലായിട്ട് വരയ്ക്കുന്ന QP എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, എ ലൈൻ പാരൽ ടു AC ത്രൂ ദ പോയിന്റ് P. ദിസ് P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ACക്ക് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ മീറ്റ് അറ്റ് Q. എന്തിനെ, ABയെ Qവിൽ മീറ്റ് ചെയ്യും. സിമിലർലി ദ ലൈൻ പാരൽ ടു APക്ക് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദിസ് ലൈൻ പാരൽ ടു AP വിച്ച് വിൽ മീറ്റ് BC അറ്റ് R. BC എന്ത് ചെയ്യും, Rൽ മീറ്റ് ചെയ്യും. സോ ഈ രണ്ട് പോയിന്റ്സ് ഇതാണ് ഇവിടെ പറയുന്നത്. Pയിൽ നിന്ന് വരയ്ക്കുന്ന വരെയും Qവിൽ മീറ്റ് ചെയ്യും. സിമിലർലി Qവിൽ നിന്ന് വരയ്ക്കുന്ന വരെ എന്ത് ചെയ്യും, Rൽ മീറ്റ് ചെയ്യും. ഏതിന് പാരലായിട്ട്, APക്ക് പാരലായിട്ട്. അങ്ങനെയെങ്കിൽ സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് BC by PC equal to BR by RP എന്ന് തെളിയിക്കണം. ഓക്കെ, പ്രൂവ് ദാറ്റ് BP by this is BP by PC. What is PC? This one. BP by PC equal to BR by RP എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാവോ? പ്രൂവ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ളതാണ് കാണാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ്, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഓൾറെഡി ഉണ്ട്, രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഓക്കെ, സോ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കണം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വലിയ ട്രയാങ്കിളിന് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വർക്കൗട്ട് ചെയ്യാം. ABCക്ക് നമുക്കിവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്കിപ്പോഴും ഓർമ്മ വേണം. BP by PC അല്ലേ, BP by PC is equal to BR by RP എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ BCയും PB ഒക്കെ വരുന്ന ട്രയാങ്കിൾ എടുക്കണം. BCയും PB ഒക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ BP PC ഒക്കെ വരണമെങ്കിൽ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. സോ കൺസിഡറിങ് ട്രയാങ്കിൾ എന്താണ്, കൺസിഡർ ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC, വലിയ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് QP is parallel to AC. QP is parallel ആണ്, അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തിൽ അല്ലേ, ACക്ക് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, Pയിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന വരെ എന്ത് ചെയ്യും, Qവിൽ കൂട്ടിമുട്ടും. സോ വി ക്യാൻ സേ എന്ത്, PQ is parallel to AC എന്ന് നമുക്ക് പറയാം. കൺസിഡർ ട്രയാങ്കിൾ ABC. ഹിയർ PQ is parallel to AC. PQ parallel to AC ആയതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളിൽ AC എന്ന സൈഡിന് പാരലായിട്ട് PQ വരച്ചാൽ PQ എന്ത് ചെയ്യും,
എ ബി എന്നും ബി സി എന്നുള്ള ഈ രണ്ട് സൈഡ്സിന് എന്ത് ചെയ്യും, ഒരേപോലെ ഭാഗിക്കും, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് ബി ക്യു ബൈ ക്യു എ ഈക്വൽ ടു ബി പി ബൈ പി സി, പി സി, ബി പി ബൈ പി സി എഴുതിക്കൂടെ? എഴുതാം. കാരണം എന്താണ്, ഈ ട്രയാങ്കിളിൽ എ സിക്ക് പാരലായിട്ട് വരച്ച ക്യു പി ആണ്. സോ ക്യു പി വിൽ ഡിവൈഡ് ബി ക്യു ബൈ ക്യു എ ഈക്വൽ ടു ബി പി ബൈ പി സി ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? സോ ഈ ഒരു റേഷ്യോയിൽ വരും. സോ ദിസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് എന്താണ്, നമുക്ക് വേണ്ട സൈഡ് ബി ആറും ഈ ആർ പിയും വരുന്നുണ്ട് അല്ലേ? ബി ആറും ആർ പിയും. സോ ചെറിയ ട്രയാങ്കിൾ മതി, ചെറിയ ട്രയാങ്കിൾ. സോ വി ക്യാൻ കൺസിഡർ ട്രയാങ്കിൾ എ ബി പി. ട്രയാങ്കിൾ എ ബി പി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് എ പി ഈസ് പാരലൽ ടു ആർ ക്യു. കാരണം പറയുന്നുണ്ട് എ പിക്ക് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർ ക്യു വരയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ? ദർ ഇസ് എ പിക്ക് സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബി ക്യൂവിൽ നിന്ന് വരയ്ക്കുന്ന വരെ എന്ത് ചെയ്യും, ആറിൽ കൂട്ടിമുട്ടുന്നു അല്ലേ? സോ ദ ലൈൻ പാരലൽ ടു എ പി ത്രൂ ക്യൂ മീറ്റ്സ് ബി സി അറ്റ് ആർ. ദാറ്റ് ഈസ് ദ ലൈൻ പാരലൽ ടു എ സി, സോറി എ പി, ലൈൻ പാരലൽ ടു എ പി അല്ലേ? എ പി ആണ്. ദ ലൈൻ പാരലൽ ടു എ പി ത്രൂ ക്യൂ meets at R. The line parallel to AP through Q meets at R. So AP is parallel to QR. നമുക്ക് എന്ത് പറയാൻ പറ്റും, AP is parallel to QR. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സൈഡാണ് എ പി അല്ലേ? ഈ ട്രയാങ്കിൾ, ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ എ ബി പിയിലെ സൈഡാണെന്ത്, എ പി. സോ എ പിക്ക് പാരലാണെന്ത്, ക്യു ആർ. സോ എ പിക്ക് പാരലായിട്ട് ക്യു ആർ വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ബി എയും ബി പി എ എന്ത് ചെയ്യും, ഇത് ബൈസെക്ട് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് ബി ക്യു ബൈ ക്യു എ ഈക്വൽ ടു ബി ആർ ബൈ ബി പി, ബി ആർ ബൈ ബി പി. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് വൺ നോക്കൂ. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരം എഴുതാം അല്ലേ? 1 minute. ബി ആർ ബൈ ആർ പി, സോറി ദിസ് ഇസ് ആർ പി, ബി ക്യു ബൈ ക്യു എ ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. ഓക്കെ, ബി ആർ ബൈ ആർ പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയറിങ് ഇക്വേഷൻ 1 and 2. കമ്പയർ ഇക്വേഷൻ 1 and 2 രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ടിടത്തും ബി ക്യു ബൈ ക്യു എ ഉണ്ട് അല്ലേ? ബി ക്യു ബൈ ക്യു എ ഈക്വൽ ടു ബി പി ബൈ പി സി, ബി ക്യു ബൈ ക്യു എ ഈസ് ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. അങ്ങനെയെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ആർ എച്ച് എസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എൽ എച്ച് എസ് ഈക്വൽ ആയതുകൊണ്ട്, അതെ, ഇടതുവശം ഈക്വൽ ആയതുകൊണ്ട് വലതുവശം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ? ഒരു ഇക്വേഷനിൽ ആർ എച്ച് എസ് ഓൾസോ ഈക്വൽ. So we can write BP by PC equal to BR by RP. BC by PC is equal to BR by RP. എന്തായിരുന്നു നമുക്ക് തെളിയിക്കാനുള്ളത്, BC by PC is equal to BR by RP. ഇതിനല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. Hence we proved. Okay, hence we proved BP by BC equal to BR by RP. Okay. So this is the fourth question. So കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. സോ ഇതോടെ 4 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു, 3ാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് 4ാമത്തെ സെക്ഷനാണ്, 3rd ചാപ്റ്ററിലെ 4ാമത്തെ സെക്ഷൻ. നമുക്കത് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.